നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിലാ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിനൊരുങ്ങി ചേർപ്പ് മേഖല. വിവിധ പഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി. തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സുഗമമാക്കാൻ തൃശൂർ റൂറൽ ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിനൊരുങ്ങി ചേർപ്പ് മേഖല. വിവിധ പഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി. ചേർപ്പ് ബ്ലോക്ക് പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളും ഇതിനകം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെ 8:30 ചേർപ്പ് മേഖലയിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. തുടർന്ന് പോളിംഗ് സാമഗ്രികൾ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ബൂത്തുകളിൽ എത്തിക്കുകയായിരുന്നു. പോളിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. തുടർന്ന് പോളിംഗ് സാമഗ്രികൾ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലുള്ള ചേർപ്പ്, വല്ലച്ചിറ, അവിണിശ്ശേരി, പാറളം എന്നീ പഞ്ചായത്തുകളിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും എത്തിച്ചു. പോളിംഗ് സാമഗ്രികളുടെ സജ്ജീകരണം വൈകിട്ടോടെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങും. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക. തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. മേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, തട്ടകക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂരിലെ LDF, UDF സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽ സി ബൈജുവാണ് പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. തുടർച്ചയായ 5ാം വർഷമാണ് ബൈജു പാറമേക്കാവിലിനായി പന്തൽ നിർമ്മിക്കുന്നത്. ഇത്തവണ 100 അടി ഉയരത്തിൽ 4 നിലകളിലായി ക്ഷേത്ര മാതൃകയിലാണ് പന്തൽ ഒരുങ്ങുന്നത്. 20-ന് പൂരം കൊടിയേറ്റവും 24-ന് സാമ്പിൾ വെടിക്കെട്ടും നടക്കും. 26-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സുഗമമാക്കാൻ തൃശൂർ റൂറൽ ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലയിലെ 19 പോലീസ് സ്റ്റേഷൻ പരിധികളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം പൂർത്തിയായി. 8 നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ബൂത്തുകളിലും നിർഭയമായും സുരക്ഷിതമായും സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും റൂറൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിനം, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപന ദിനം എന്നിവയ്ക്കായി പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രത്യേക സംഘവും ഉണ്ടാകും. ജില്ലയിൽ നിലവിലെ 3 പോലീസ് സബ് ഡിവിഷനുകളായ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നിവയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി പുതുക്കാട്, വാടാനപ്പള്ളി, ചേർപ്പ് എന്നീ സബ് ഡിവിഷനുകൾ കൂടി താൽക്കാലികമായി രൂപീകരിച്ചു. സുരക്ഷാ നടപടികൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കുവാനാണ് ഇത്തരത്തിൽ വിഭജനം നടത്തിയത്. ഫലത്തിൽ 6 സബ് ഡിവിഷനുകളിലായാണ് പോലീസ് സുരക്ഷ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകൾ ജില്ലയിൽ ഉടനീളം നിരീക്ഷണം നടത്തും. സംഘർഷം, തർക്കം, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉടൻ തന്നെയുണ്ടാകും. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും സജ്ജമാക്കി. സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം വ്യാപകമായി ഡ്രോൺ ക്യാമറ നിരീക്ഷണമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന മെയ് 4 വരെ ജില്ല അതീവ സുരക്ഷയിലാണ്. വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുകയോ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്കും പരിശോധനകൾക്കും തടസ്സം നിൽക്കുകയോ ചെയ്താൽ കർശന നടപടിയെടുക്കും. ജില്ലയിലെ സമാധാനാന്തരീക്ഷവും മതസൗഹാർദ്ദവും തെരഞ്ഞെടുപ്പ് വേളയിലും നിലനിർത്താൻ ഏവരും സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചു.
തിരക്കുണ്ടായാലും വോട്ടർമാർക്ക് വരിവരിയായി വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനോ ക്രമസമാധാന നില തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. വ്യാജപ്രചാരണം നടത്തുന്നവർ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നവർ എന്നിവരെ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗവും പ്രവർത്തിക്കുന്നതാണ്. സമാധാനപരമായ വോട്ടെടുപ്പിന് വിഘാതം നിൽക്കുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്ത് നീക്കും. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള സമ്മതിദായകർക്ക് ആദരം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് ആദരം ഒരുക്കിയത്. തൃശൂർ ജില്ലാ ഇലക്ഷൻ ടീമും സ്വീപ് തൃശൂരും ചേർന്നാണ് ആദരമൊരുക്കിയത്. വെളിയന്നൂർ സ്വദേശിനി PV കല്യാണി, പെരിങ്ങാവ് സ്വദേശിനി റോസി വോഗീസ് എന്നിവരെയാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. സ്വീപ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ സ്വാതി മോഹൻ റാത്തോഡ് സമ്മതിദായകർക്കുള്ള ആദരം നിർവഹിച്ചു. അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബിനി സെബാസ്റ്റ്യൻ, ജില്ലാ സ്വീപ് ടീം അംഗങ്ങൾ എന്നിവർ ആദരച്ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സെന്റർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു സന്ദർശനം. ജില്ലയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ കലക്ടർ ശിഖ സുരേന്ദ്രൻ ബുധനാഴ്ച രാവിലെയാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണക്രമത്തിന്റെ പുരോഗതി കലക്ടർ വിലയിരുത്തി. വിവിധ പഞ്ചായത്തുകളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിതരണം ചെയ്തത്. രാവിലെ 8:30യോടെ പോളിംഗ് സാമഗ്രികൾ പോളിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. തുടർന്ന് പോളിംഗ് സാമഗ്രികൾ അതാത് പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു. വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ചുമതലയുള്ള സ്പെഷ്യൽ പോലീസിനെ നിർദ്ദേശങ്ങളും പരിശീലനവും കൈമാറി അന്തിക്കാട് പോലീസ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടി ചെയ്യുന്ന സ്പെഷ്യൽ പോലീസിനാണ് പ്രത്യേക പരിശീലനം നൽകിയത്. ബുധനാഴ്ച രാവിലെ അന്തിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പരിശീലനം നൽകിയത്. 101 സ്പെഷ്യൽ പോലീസുകാരാണ് ചുമതലയേറ്റത്. ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും പോലീസ് കൈമാറി. അന്തിക്കാട് SHO കേഴ്സൺ V മാർക്കോസിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പരിശീലനം ഒരുക്കിയത്. ഗർഭിണികൾ, പ്രായമേറിയവർ, അംഗപരിമിതർ തുടങ്ങിയവർക്ക് വേഗത്തിൽ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേക നിർദ്ദേശം പോലീസ് നൽകി. തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി എളുപ്പത്തിൽ വോട്ട് ചെയ്തു പോകാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളും പരിശീലനവും ഇതോടൊപ്പം നൽകി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അടിയന്തരമായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സ്പെഷ്യൽ പോലീസുകാർക്ക് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലാണ് മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് 7 പഞ്ചായത്തുകളിലെ 191 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. രാവിലെ 9:30ഓടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകളുടെ സജ്ജീകരണങ്ങളും പൂർത്തിയായി. 1,82,716 വോട്ടർമാരാണ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലുള്ളത്. ചന്ദ്രാപിനി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കട്ടിളവെപ്പ് നടത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ക്ഷേത്രം തന്ത്രി അനിൽ പ്രകാശ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കട്ടിളവെപ്പ് ചടങ്ങ്. ദേവസ്വം ഓഫീസർ TS സുരേഷ് കുമാർ, പ്രസിഡന്റ് TP പുഷ്കരൻ, സെക്രട്ടറി VB മുരാരി, കട്ടിള സംഭാവന ചെയ്ത PR രാജേഷ്, KA ഷൈജൻ, KR പ്രവീൺ കുമാർ, KV ലക്ഷ്മി പ്രസാദ് എന്നിവർ കട്ടിളവെപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ ബലിക്കൽപുര, ചുറ്റമ്പലം എന്നിവ പൊളിച്ചുപണിയുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിനൊരുങ്ങി ചേർപ്പ് മേഖല. വിവിധ പഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി.
തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിനെ കാൽനാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സുഗമമാക്കാൻ തൃശൂർ റൂറൽ ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.